ഭാരതവും അമേരിക്കയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാറിന്റെ വിക്ഷേപണം നാളെ. വിക്ഷേപത്തിനായുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നാളെ വൈകുന്നേരം 5:40 ഉപഗ്രഹം കുതിച്ചുയരുക. ഭൗമ ഉപരിതലത്തിലെ നേരിയ മാറ്റങ്ങൾ പോലും സുസൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നതാണ് നിസാറിന്റെ ദൗത്യം. നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നതിന്റെ ചുരുക്കെഴുത്താണ് നിസാർ. ISROയും നാസയും സംയുക്തമായി നടത്തുന്ന ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണമാണിത്. GSLV F-16 റോക്കറ്റാകും നിസാറിനെ വഹിച്ച് കുതിച്ചുയരുക. 743 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാകും നിസാർ ഭൂമിയെ വലം വയ്ക്കുക. 2 ഫ്രീക്വൻസിയിൽ ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ഉപഗ്രഹവുമായിരിക്കും ഇത്. 2392 കിലോഗ്രാമാണ് നിസാറിന്റെ ഭാരം. $150 കോടി പദ്ധതി പ്രകാരം 5 വർഷത്തേക്കാകും നിസാർ നിരീക്ഷണം നടത്തുക. ഭൂകമ്പം, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനം, മണ്ണിടിച്ചിൽ എന്നിവ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെയും ഭൂമിയുടെ ആവാസ വ്യവസ്ഥ, മഞ്ഞ്, സസ്യങ്ങൾ, സമുദ്ര ജലനിരപ്പിന്റെ ഉയരം, ഭൂഗർഭ ജലനിരപ്പ് തുടങ്ങിയവയിലെ മാറ്റങ്ങളും മനസ്സിലാക്കി വിവരങ്ങൾ എത്തിക്കും. ഓരോ 12 ദിവസം കൂടുമ്പോഴും 2 തവണ നിരീക്ഷിക്കും. സർക്കാരുകൾക്കും ഗവേഷകർക്കും ദുരന്ത നിവാരണ ഏജൻസികൾക്കും ഈ വിവരങ്ങൾ നിർണായകമാകും. സയൻസ് ഡെസ്ക്, ജനം.